മാഡം ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റിനാണ് ഇവിടെ വന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം മാഡത്തിന് എന്താണ് അതിൽ നിന്ന് കിട്ടിയേക്കണ ഒരു റിസൾട്ട് ഒന്ന് മാഡം പറയാമോ അതൊന്ന്? എനിക്ക് ഡാൻഡ്രഫ് കുറേ വർഷങ്ങളായിട്ടുണ്ട്. ഞങ്ങൾ മസ്കറ്റിൽ സെറ്റിൽഡ് ആയതാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നത് എനിക്ക്. പിന്നെ മോൾക്ക് സ്പ്രെഡായി. അത് നല്ല രീതിയിൽ എനിക്ക് ഇച്ചിങ് ഉണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം വന്നു. ഹെയർ ഫോളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മാറ്റം വന്നത്. പിന്നെ ഇച്ചിങ് ഇപ്പോഴും ഉണ്ട്. അത് ചിലപ്പോൾ വാഷ് കഴിയുമ്പോൾ എനിക്കധികം സമയം കിട്ടിയില്ലല്ലോ. ഇവിടെ സെക്കൻഡ് ട്രീറ്റ്മെൻറ്റിന് സിറ്റിങ്ങിന് വരാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് നോക്കട്ടെ. ഇപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സർവീസ് ആയാലും സ്റ്റാഫിൻ്റെ പെരുമാറ്റമായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനന്ന് ആ പഴുക്കരെല്ലാം കുട്ടിയുടെ ഇത് കണ്ടേ പിന്നെ മിടുവിൻ്റെ ഇത് കണ്ടേ പിന്നെ എനിക്കത് അറിയില്ലായിരുന്നു. സംശയം ഉണ്ടായിരുന്നു മാഡം തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ ഇവിടെ വന്ന് ഞാൻ ആകെ ആരെ അറിയില്ലായിരുന്നു. ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ നമ്പർ കണ്ടുപിടിച്ചത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഫുള്ളി. കാരണം മോളുടെ കാര്യത്തിലായാലും വ്യത്യാസം നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്കും ഫസ്റ്റ് വാഷ് കഴിഞ്ഞിട്ട് ഹെയർ ഫോൾ കുറഞ്ഞു. ഇച്ചിങ് ഇപ്പം ഉണ്ടായിരുന്നു. ഫസ്റ്റ് വാഷ് കഴിഞ്ഞിട്ട് എനിക്ക് കുറഞ്ഞായിരുന്നു നന്നായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടീഷണർ തലയിലല്ല തേച്ചത്. അപ്പം എന്നോട് സ്കാൽപ്പിൽ തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കണ്ടീഷണറാണല്ലോ, ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഒരു കുറവായിരിക്കാം. പിന്നെ എൻ്റെ തലയിൽ എണ്ണ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിക്കളയുമ്പോൾ ചിലപ്പോൾ ഇച്ചിങ് കുറയായിരിക്കും. അപ്പം നാളെ ഞാൻ മോർണിംഗ് വാഷ് ചെയ്യും. അപ്പം മാഡത്തിന് ആ റിസൾട്ട് കിട്ടിയ എൻ്റെ ഒരു അനുഭവം മനസ്സിലായല്ലോ. അപ്പം മാഡം അത് ഞങ്ങളുടെ സർവീസ് തന്നെ തിരഞ്ഞു വരുന്നതിന് ഞാൻ മാഡത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ.